നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. നീലി. ഇന്ദ്രനൊരു വിളിയോടെ അവൾക്കരികിലേക്ക് ഇരുന്നു. ശിവശങ്കരനും അനന്തനും അപ്പോഴവിടെ നിന്ന് അനങ്ങാൻ കഴിയാത്ത വിധം തറഞ്ഞങ്ങനെ നിന്നുപോയി. ഈ ഒരു നിമിഷം പ്രതീക്ഷിച്ചതാണെങ്കിൽ കൂടി അത് ഇത്ര പെട്ടെന്ന് സംജാതമാവുമെന്ന് അയാൾ നിലച്ചിരുന്നില്ല. ഡി നീലി. ഇന്ദ്രൻ തന്നെ നെഞ്ചോട് ചേർന്ന് കുഴഞ്ഞ ഭാവത്തിൽ അടഞ്ഞു പോകുന്ന കണ്ണുകളോടെ ഇരിക്കുന്നവളെ അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. ഇന്ദ്രേട്ടാ. അവളുടെ പതിഞ്ഞുള്ള ശബ്ദം അവന്റെ കാതുകളെ തേടിയെത്തി. എന്തോ? അവൻ അവളെ ഒരു കുഞ്ഞിനെ പോലെ തന്നിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് വിളിയേട്ടു. എനിക്ക് പേടിയാവുന്നു. അവളുടെ ഇടറിയുള്ള വാക്കുകൾക്കൊപ്പം ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ നിമിഷം തന്നെ അവൻ അവളെ കൈകളിലായി കോരിയെടുത്തുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി. അതെന്റെ ആനന്ദനെല്ലാം കണ്ണും കേട്ടും തറഞ്ഞേൽക്കുന്ന ശിവശങ്കരൻ നമ്പിയുടെ അടുത്ത് നിന്ന് ഇന്ദ്രന്റെ കയ്യിൽ കിടക്കുന്ന പെണ്ണിൽ നിന്ന് തന്നെ നിറഞ്ഞ കണ്ണുകളെ പറിച്ചു മാറ്റാൻ കഴിയാതെ ഇടറലോട് ചോദിച്ചത്. അയാളുടെ രൂക്ഷ നോട്ട് അനന്തന് നേർക്ക് പതിച്ചിരുന്നു. സൗദാമിനിയാണെങ്കിൽ കാര്യം മനസ്സിലാക്കാതെ ചുളിഞ്ഞ മുഖത്തോടെ അവർ ഇരുവരെയും നോക്കി അവിടെ നിൽക്കുകയാണ്. അവർക്കുള്ളിൽ ഇതിനോടകം കഴിഞ്ഞുപോയ നിമിഷത്തെക്കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരുന്നു. അവളുമായി മുറിക്കുള്ളിലേക്ക് കയറിയവൻ അവൾ വേഗം ബെഡിൽ ചായ്ച്ചു കിടത്തി. ആള് ഭയത്തോടെ എന്തെല്ലാം അവനോട് പിറുവിറുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഒന്നിടവിട്ട് താഴേക്ക് ഒഴുകി ഇറങ്ങുന്നുണ്ട്. നീലി. അവൻ അവളുടെ കണ്ണുനീരിനെ പാടെ തുടച്ച് നീക്കിക്കൊണ്ട് അവളുടെ കവിളിൽ കൈതട്ടി വിളിച്ചതും അവളുടെ കരച്ചിൽ ചീളുകളൊന്ന് ശക്തിയിൽ പുറത്തേക്ക് തെറിച്ചു. ദി പെണ്ണേ. അവൻ അവളുടെ കവിളിൽ കൈ ചേർത്ത് വെച്ച് അവൾ അത്രയും മൃദുവായി ഒന്ന് വിളിച്ചതും അവളുടെ കരച്ചിൽ ഒന്നുകൂടെ ഒന്ന് ഉയർന്നു കേട്ടു. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ അവൾ ഭയന്നു. സൗദാമിനിയുടെ മുഖത്തേക്ക് വെള്ളമൊഴിച്ചും തുടർന്ന് അവരുടെ ശബ്ദമുയർത്തി സംസാരിച്ച ഓർമ്മയിലുണ്ട്. അതിനുശേഷം സംഭവിച്ചതാണ് അവളെ പാടെ ഉലച്ചു കളഞ്ഞ്. വേറെ ആരോ തന്നെ നിയന്ത്രിക്കുന്ന പോലെയായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള തന്റെ പ്രവൃത്തികളെല്ലാം. അതോർക്കെ അവളിൽ ഭയമേറി. നീലി. ആൾക്കുള്ളിലെ സമ്മർദ്ദം മനസ്സിലാക്കിയപ്പോൾ അവൻ അവൾ അത്രയും മൃദുവായി ഒന്ന് വിളിച്ചു. എനിക്കൊന്നും അറിയില്ല ഇന്ദ്രേട്ടാ, സത്യമായിട്ടും ഞാൻ. അവൾ തനിക്കരികിൽ കൈകുത്തി തന്നിലേക്ക് ആ കവിളിൽ കൈ ചേർത്ത് വെച്ചിരിക്കുന്നവനെ നോക്കി പറഞ്ഞതും അവനവളുടെ ചുണ്ടിൽ വിരൽ വെച്ചുകൊണ്ട് അവളെ നിശബ്ദയാക്കി. ഒന്നുമില്ല, അത് കഴിഞ്ഞു. അവനവളുടെ കണ്ണുനീർത്തുള്ളികളെ പെരുവിരലിനാൽ തുടച്ച് നീക്കൊണ്ട് അവളോട് സൗമ്യമായി പറഞ്ഞതും അവളവനെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവന്റെ മേലേക്ക് ചാഞ്ഞു കിടന്ന് ആ തോളിൽ മുഖമമർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞു. എനിക്ക് പേടിയാവുന്ന ഇന്ദ്രേട്ട. അവളവനെ മുറുക്കെ പിടിച്ച് പറഞ്ഞു. അവൾ തന്നെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആ കിടക്കയിൽ കിടന്നു. പേടിക്കണ്ട, ഇനി അങ്ങനെ ഉണ്ടാവില്ല. അവനവളെ നെറുകയിൽ തന്നെ ചുണ്ടുകൾ പതിപ്പിച്ചു വെച്ച് പറഞ്ഞതും അവൾ അവനെ ചുറ്റി വരിഞ്ഞ് കിടന്നുകൊണ്ട് തന്റെ ഉള്ളിലെ ഭയത്തെ അത്രയും കരഞ്ഞു തീർത്തു. നമുക്കിരുന്ന് പോവാ ഇന്ദ്രേട്ട, എനിക്കിനി ഇവിടെ നിൽക്കണ്ട. ഇങ്ങോട്ട് തിരികെ വന്ന മുതൽ ഓരോരോ പ്രശ്നങ്ങളാ. ഇന്ന് എന്നെ കണ്ടില്ലേ, ഞാനെന്തോ പാത. നീലി. അവനവളെ ശാസനയോടെ വിളിച്ചു. പേടിച്ചിട്ടല്ലേ. അവളവന്റെ കഴുത്തിടിക്കിലേക്ക് തന്നെ മുഖം തിരികിക്കൊണ്ട് പറഞ്ഞു. അതിനവനൊന്നും പറഞ്ഞില്ല. അവളുടെ തോളിൽ തട്ടി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവനെ കിടന്നു. ഇന്ദ്രേട്ടാ. അവന്റെ ശബ്ദമൊന്നും കേൾക്കാതായതും അവളവനെ വിളിച്ചു. ഒന്നുമില്ല. അവൾ പറയുന്നതിനൊപ്പം അവളിലേക്ക് കൂടുതൽ പതുങ്ങി. ഉറങ്ങിക്കോ, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിലൊന്ന് അമർത്തി മുത്തി. ആ ചുമ്മനെ ഏറ്റുവാങ്ങിക്കൊണ്ട് അവൾ തന്റെ കണ്ണുകൾ അടച്ചു. ഞാൻ തന്നോട് പറഞ്ഞല്ലേ കാര്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന്. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചിട്ട് മരണമടഞ്ഞ ഒരു കന്യകയുടെ ആത്മാവ് അവളുടേത്. എത്രയെത്ര ശ്രമങ്ങൾക്കൊടുവിൽ അതിനെയൊന്ന് ഇരുത്താൻ സാധിച്ചത്. എന്നിട്ടിപ്പോ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് വെള്ളത്തിൽ വരച്ച വര പോലെ ആയില്ലേ. ഫോണിലൂടെയുള്ള തിരുമേനിയുടെ വാക്കുകൾ കേൾക്കെ അയാൾക്ക് തന്നെ തലവിരുത്തു. ഇനിയിപ്പോ എന്താ ചെയ്യ തിരുമേനി? അയാൾ ഏറി വന്ന നെഞ്ചിരിപ്പോടെ തിരക്കി. എല്ലാം ഒന്നേന്ന് ആരംഭിക്കണം. വലിയ ഗുണമുണ്ടെന്ന് തോന്നില്ല, എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അയാളുടെ വാക്കുകൾ കേൾക്കെ ശിവശങ്കരൻ തമ്പി നെഞ്ചത്ത് കൈവച്ച് തടവി. ഞാൻ തന്നോട് പറഞ്ഞല്ലേടോ, ഈ ഉത്സവകാലം അത് താൻ താണ്ടില്ലാന്ന്. അയാൾ പറഞ്ഞു. ശിവശങ്കരൻ തളർച്ചയോടെ കിടക്കയിലേക്ക് ഇരുന്നു. അയാളുടെ കാതുകളിൽ തിരുമേനിയുടെ അവസാന വാക്കുകൾ ഒരു തിരയിളക്കം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. മൈക്കുഞ്ഞിങ്ങനെ പരിഭ്രമപ്പെടാനും മാത്രം നീലിക്കുട്ടിക്കൊന്നുമില്ല. കാട്ടിൽ ഉറങ്ങിക്കിടന്ന നീലിയെ പരിശോധിച്ച് തിരുമേനി അവനോട് പറഞ്ഞു. പക്ഷേ കുറച്ചു മുന്നേ വരെ അവൾ വേറെ ആരെ പോലെയായിരുന്നു. പെട്ടെന്ന് എന്താ അവൾക്ക് സംഭവിച്ചത്? അവൻ ആകുലതയോടെ അയാളോട് തിരക്കി. ഞാൻ പറഞ്ഞിരുന്നല്ലേ ഉത്സവം കഴിയുന്നവരെ സൂക്ഷിക്കണമെന്ന്. നമ്മൾ വിചാരിച്ചതിലും അപ്പുറം സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ
ഈ തറവാടിന് ചുറ്റും ഞാനൊരു ആത്മാവിന്റെ സാന്നിധ്യം കാണുന്നുണ്ട്. അയാൾ പറഞ്ഞതും ഇന്ദ്രന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു. ആത്മാവോ? തിരുമേനി എന്തൊക്കെയാ പറയുന്നത്? അവനെ അയാളുടെ സംസാരം തീരെ ഉൾക്കൊള്ളാൻ കഴിയാതെ അല്പം നീരസത്തോടെ പറഞ്ഞു. അതെ, ആത്മാവ് തന്നെ. അത്ഭുതം എന്താന്ന് വെച്ചാ അതിപ്പോഴും ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളതാ. ഇവിടെയോ? എന്നുവെച്ചാ നീലി അവൾക്കിപ്പോഴും അതുണ്ടെന്നാണോ? അവൻ ആദ്യോടെ തിരക്കി. അതാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? അയാൾ അവനെ നോക്കി ഒരു ചിരിയോടെ ചോദിച്ചു. പിന്നെ അവളിൽ അതുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ ഈ കിടക്കുന്നത് നീലി മാത്രമാ. അയാൾ വ്യക്തമാക്കി. ഇത്ര നാളും ഇല്ലാത്തൊന്നും ഇപ്പൊ പെട്ടെന്ന് ഇവിടുന്ന് വന്നു? അവനെ അയാളോട് തിരക്കി. ഇത്ര നാളും ഇല്ലാത്ത പലതും ഈ തറവാട്ടിൽ അരങ്ങേറിയില്ലേ? ഇതും അതുപോലെ തന്നെ. അയാൾ പറഞ്ഞതും ആരൊന്നും മനസ്സിലാവാത്തവനെ പോലെ അയാളെ നോക്കി നിന്നു. നീലി അവൾക്ക് എന്തെങ്കിലും? നീലി കുട്ടിക്ക് ഇതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ആപത്തും സംഭവിച്ചിട്ടില്ല. ഇനിയൊട്ട് സംഭവിക്കാനും പോകുന്നില്ല. അത് വന്ന് അതിന്റെ ഉദ്ദേശം എന്താണോ അത് നടപ്പിലാക്കി ശേഷം ആ ദേഹം വിട്ടുപോയി, അത്ര തന്നെ. അയാൾ ഇന്ദ്രൻ നോക്കി പറഞ്ഞു നിർത്തി. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവില്ല എന്ന് തീർത്ത് പറയാൻ എന്നെ കൊണ്ടൊക്കില്ല കുഞ്ഞെ. അങ്ങനെ പറയണേച്ചാ അതിനെ ഇരുത്തണം. പക്ഷെ അതാരെന്നറിയാത്ത പക്ഷം ആ കടമ്പത്ര എളുപ്പമുള്ളതല്ല. പിന്നെ നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന എന്താച്ചാ അതിനെ തടയാന്നുള്ളത് മാത്രമാണ്. അതിന് കഴിഞ്ഞ ഒരു പരിധിവരെ നമുക്കത് വീണ്ടും നീലിക്കുട്ടിയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയാനാവും. അയാൾ പറഞ്ഞു. ഇന്ദ്രൻ അല്പം ആശ്വാസം തോന്നി. അവരെന്ത് തിരുമേനി ഞാൻ ചെയ്യേണ്ടത്? അവനെ അയാളുടെ ഉദ്യോഗത്തോടെ തിരക്കി. നാളെ രാവിലെ കുട്ടിയായിട്ടൊന്ന് ക്ഷേത്രം വരെ വരിക. ബാക്കി കാര്യം എന്നിട്ടാവാം. ഭയക്കാൻ മാത്രം അപകടകാരിയല്ലത്. അങ്ങനെ ആയിരുന്നു വെച്ചാ ഇത്ര പെട്ടെന്ന് ഈ ദേഹം അത് ഉപേക്ഷിക്കില്ലായിരുന്നല്ലോ. അയാൾ അവന് തോളിൽ കൈവച്ചൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. അവന്റെ മനസ്സൊന്ന് തണുത്തിരുന്നു. രാവിലത്തെ കുളി കഴിഞ്ഞ് രണ്ടാളും നേരെ ക്ഷേത്രത്തിലേക്ക് പോന്നോളൂ. പൂജകളെല്ലാം നാളെ തൊട്ട് ആരംഭിക്കല്ലേ. രാവിലെ 5 മണിയോടെ അങ്ങ് എത്തിക്കോളൂ. ശരി തിരുമേനി. ഇന്ദ്രൻ പറഞ്ഞതും അയാൾ അവിടുന്ന് പുറത്തേക്ക് നടന്നു. ഇന്ദ്രൻ അയാളെ യാത്രയാക്കി വന്നുകൊണ്ട് ഷർട്ട് അഴിച്ചിട്ട് ആൾക്കരികിലേക്ക് കിടന്നു. ശേഷം അവളുടെ തല തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ നെറുകയിലൊന്ന് മുകർന്നു. ഇന്ദ്രേട്ടാ. നിദ്രയിലാണ്ടുപോയ അവളുടെ ചുണ്ടുകൾ പയ്യൊന്ന് അനങ്ങി. അവൻ അവളുടെ നെറ്റിയിൽ തന്റെ ചുണ്ടി ചേർത്ത് വെച്ചുകൊണ്ട് വിളി കേൾക്കുന്നതിനൊപ്പം അവളൊരു കുഞ്ഞിനെ എന്ന പോലെ എന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മുഖത്തേക്ക് തന്നെ നോക്കി കിടന്നു. ഇന്നത്തെ അവളുടെ അവസ്ഥയോർത്തും അവന്റെ ഉള്ളമൊന്ന് പിടഞ്ഞു. അവളെയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് വരെ തോന്നിപ്പോയി അവന്. ഈ ബന്ധത്തിലേക്ക് ആളെ നിർബന്ധിപ്പിച്ച് ചേർത്ത് വെച്ചിട്ട് അവളെ താൻ ഒരുപാട് കഷ്ടപ്പെടുത്തുന്ന പോലെ തോന്നി അവന്. തന്റെ താലി അവളുടെ കഴുത്തിൽ വീണത് കൊണ്ടാണ് അവൾക്ക് ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിക്കേണ്ടി വന്നതെന്ന് അവന് തോന്നി. ആ തോന്നൽ ശക്തമായതും അവന്റെ കൈകൾ അവളെ തന്നിലേക്ക് അടക്കി പിടിച്ചു. ഓരോന്നും ചിന്തിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കിക്കിടന്നവൻ എപ്പോഴോ ഉറക്കത്തിലേക്ക് കൂപ്പുകുത്തി. നീയൊന്ന് അനങ്ങാൻ നിന്നാ പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് പോവാം. അവൻ പറഞ്ഞുകൊണ്ട് സാരിയുടെ ഞൊറി എടുത്തുകൊണ്ടിരുന്നു. ഞാൻ വരണോ നാഥ? അവൾ ഈ കൈയും വെച്ച് അവിടത്തോളം വരെ വരാനുള്ള മടിയോട് അവനോട് തിരക്കി. പിന്നെ നീ വരേണ്ടതിന് വേറെ വല്ലവരെയും കൂട്ടിക്കൊണ്ട് പോവാനും കൂടി ബൊമ്മി. അവൻ പറഞ്ഞുകൊണ്ട് ഞൊറിയെടുത്ത സാരി ഉള്ളിലേക്ക് തിരികെ വെച്ചു കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? അവൻ അവളോട് തിരക്കി. ദേ ഇതും അതുപോലെ ഞൊറിഞ്ഞു കുത്തിത്താ. അവൾ തോളിലൂടെ വെറുതെ ഇട്ടിരിക്കുന്ന സാരി തലപ്പ് കാണിച്ചു കൊടുത്തുകൊണ്ട് അവനോട് പറഞ്ഞു. ഇതിന് എങ്ങനെയാണ്? അവനത് കയ്യിലെടുത്തുകൊണ്ട് അവളോട് തിരക്കി. അവൾ അവനത് എങ്ങനെയാണ് ഞൊറിയെടുക്കേണ്ടതെന്ന് അവന് പറഞ്ഞു കൊടുത്തു. അതെ, ഇതിട്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവനത് ഞൊറിയുന്നതിനിടയിൽ അവളെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ ഇത് മാത്രമായിട്ട് എന്തിനാ കുറയ്ക്കുന്നേ? ഞാനും ഒന്നുമില്ലാതെ ജനിച്ചപടി അങ്ങ് വരാം, എന്താ? അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചുടിയോടെ ചോദിച്ചു. ഹായ്, സത്യാണോ? അവൻ ചെയ്യുന്ന ജോലി നിർത്തി കണ്ണുപിടുത്തിക്കൊണ്ട് അവൾ നോക്കി പറഞ്ഞു. അയ്യ, എന്താ മോത്തെ ചന്തോയം? വായിൽ വെള്ളമൊലിപ്പിച്ച് നിൽക്കാൻ മര്യാദക്ക് എനിക്കിത് ചുറ്റിത്താളോ? അവൾ അവന്റെ കവളിലിട്ട് ഒരു കുത്തു വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഞാൻ വിചാരിച്ച പോലെ ഇത് അത്ര എളുപ്പമുള്ള പണിയല്ല. അവൻ പറഞ്ഞുകൊണ്ട് ശ്രദ്ധയോടെ ഓരോ ഞൊറിയായി എടുക്കാൻ തുടങ്ങി. പിന്നെ ഇയാളെന്താ വിചാരിച്ച് ഈ നാവോണ്ടിങ്ങനെ എല്ലാരും ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്ന പോലെ എളുപ്പമുള്ള കാര്യമാണെന്നോ? ആൾ കുസൃതിയോട് അവനോട് തിരക്കി. നിനക്ക് രാവിലെ തന്നെ എന്റെ വായിലിരിക്കുന്ന കേൾക്കേണ്ടെന്നാണെങ്കിൽ വായ അടച്ചു വെച്ച് അവിടെ മിണ്ടാ നിന്നോ? അവൻ അവളെ നോക്കി കണ്ണുകുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലേ ഞാൻ അവനെ ചുരിദാർ ഇട്ടോളാന്ന്. അങ്ങനെ ആയിരിക്കും ഇതിന് വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ആൾ അവനെ നോക്കി ചോദിച്ചു. അല്പം ബുദ്ധിമുട്ടിയാൽ എന്താടി? നീ ഇങ്ങനെ ഇത് ചുറ്റി വന്നാലുണ്ടല്ലോ. അവനവളുടെ തോളിൽ പിന്നുകുത്തി ഉറപ്പിച്ച് അവളെ തന്റെ ദേഹത്തേക്ക് വലിച്ചിട്ട് ആ മൂക്കിലൊന്ന് കടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവന്റെ ചുണ്ടിലൊന്ന് വിരൽ കൊണ്ട് കൊട്ടി. അല്പൊന്ന് അയഞ്ഞെന്നാ അപ്പ വന്നവളുടെ ശർക്കര ഒട്ടാൻ. അവൾ പറഞ്ഞുകൊണ്ട് അവനെ താടിയിൽ പിടിച്ചു വലിച്ചതും അവനൊരു കള്ളച്ചിരിയോട് അവൾ ഇടുപ്പിൽ പിടിച്ച് പൊക്കിയെടുത്തുകൊണ്ട്
അവൾ അവിടെയുള്ള ടേബിളിലേക്ക് ഇരുത്തി. എടി ഭാര്യയെ. ആനയുടെ കവളുകളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് വിളിച്ചു. ആളൊരു ശരിയോണം മൂളി. എനിക്ക് കൊതി തോന്നാ. ആനയുടെ ചുണ്ടുകൾ ലക്ഷ്യം വെച്ച് നീക്കൊണ്ട് പറഞ്ഞതോ. എന്നാലേ എനിക്ക് അത്രക്ക് കൊതി തോന്നണില്ല. അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ കവളിൽ പിടിച്ചൊന്ന് വലിച്ചു. അത് സാരല്ല, അത് ഞാൻ തോന്നിപ്പിച്ചോളാം. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ താടിയിലൊന്ന് മുത്തമിട്ടു. അതെ, നിങ്ങൾക്കിന്ന് പൂജയുള്ളതാന്നാതാ. തന്റെ ചുണ്ടുകളെ കവരാൻ വരുന്നവനെ ചുണ്ടൊന്ന് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എനിക്ക് നിന്നെ പൂജിച്ചാ മതി. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നഗ്നമാർന്ന വയറിലൊന്ന് നുള്ളി നോവിച്ചു. നാടില്ലേ മനുഷ്യ അങ്ങനെ കൊഞ്ചാൻ വരാൻ. അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ ചുണ്ടിലൊന്ന് തള്ളവിരനാൽ അമർത്തി. അതേ, നമുക്ക് ഈ സാരി മാറി വേറെടുത്താലോ? ഇതൊരു ചന്തല്ലടി. അവൻ പറഞ്ഞുകൊണ്ട് അവളെ തോളിൽ കുത്തിയ പിന്നഴിക്കാൻ ഒരുങ്ങിയതും അവൾ അവന് വേദനിക്കും ഇതാ കയ്യിൽ നിന്ന് കൊടുത്തുകൊണ്ട് അവന് നോയി കണ്ണുരുട്ടി. സത്യമായിട്ടും ചന്തല്ലടി, വാ നമുക്ക് വേറെ ചുറ്റ. അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും അതിന് ശ്രമിച്ചു. അവൾ അവന്റെ നഗ്നമാർന്ന നെഞ്ചിലൊന്ന് നുള്ളി നോവിച്ചു. ചന്തല്ലെങ്കിൽ വേണ്ട, ഇയാൾ വന്നേ, നമുക്ക് പോവാം, ഇല്ലാച്ചെന്റെ സ്റ്റിച്ച് പൊട്ടും. ആൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി അവന്റെ കയ്യും പിടിച്ച് മുറിക്ക് പുറത്തേക്ക് നടന്നു. എടി, ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല. അവൻ തന്നെ വലിച്ച് പുറത്തേക്ക് നടക്കുന്നവളെ നോക്കി പറഞ്ഞു. എന്നാ വേഗം പോയിരണ്ട എടുത്തിട്ട് വായും, ഞാൻ താഴെ ഉണ്ടാവും. ആൾ പറഞ്ഞുകൊണ്ട് താഴേക്കുള്ള പടികൾ ഇറങ്ങി. നീ എന്തിനെങ്ങനെ പേടിക്കുന്നു? അതിന് മാത്രമൊന്നുമില്ല. ഇന്ദ്രൻ തന്റെ ഒപ്പം പേടിച്ച് ക്ഷേത്രത്തിലേക്ക് വരുന്നവളുടെ ഒരു കയ്യിൽ മുറുക്കിയെ പിടിച്ചുകൊണ്ട് മറുകയിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ക്ഷേത്രത്തിലേക്കുള്ള പടികൾ ഓരോന്നായി കയറി. അവരകത്തേക്ക് പ്രവേശവും കണ്ടു. അവിടെ നിൽക്കുന്ന മേഘനെയും പൂജാരികളെയും ബാക്കി കർമ്മിമാരെയുമെല്ലാം. അവരിരുവരെയും കണ്ടതും തിരുമേനിയൊന്ന് പുഞ്ചിരിച്ചു. ആ ദേ, ഇന്ദ്രൻ കുഞ്ഞ് വന്നല്ലോ, ഇനി വെച്ച് താമസിപ്പിക്കാണ്ട് തുടങ്ങിക്കളയാം, എന്താ? അയാൾ ചോദിച്ചതും എല്ലാവരും അതിനനുകൂലിച്ചു. എന്നാ രണ്ടാളും വസ്ത്രം മാറി വൈഷ്ണവ വേഷം ചുറ്റി വന്നോളൂ. അയാൾ പറഞ്ഞതും അവരിരുവരും അല്പം മാറിയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ വസ്ത്രം മാറി തുടങ്ങി. അവരുടെ കൂടെ തന്നെ രണ്ടുപേരുടെയും ഭാര്യമാരുമുണ്ട്. ഇന്നാടി ഭാര്യ, മേഘൻ പറഞ്ഞുകൊണ്ട് മാറിയ വസ്ത്രം അവിടെ തോളിലേക്ക് ഇട്ടു. പക്ഷെ അവളുടെ ശ്രദ്ധ നീലയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിലാണ്. നിന്റെ നാദേട്ടന് ഇവിടെ ഉള്ളപ്പോ നീ എന്തിനാടി ഭാര്യ എല്ലാവൻ തുണി മാറുന്ന നോക്കി വെള്ളം ഇറക്കുന്നേ? ആ ഉണക്ക തേങ്ങ നോക്കാതെ നീ കണ്ണൻ തേങ്ങ നോക്കിയടി. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം തനിക്ക് നേർക്ക് തിരിച്ചു. ഞാൻ ആരെയും നോക്കിയല്ല, ഞാൻ ഒരു കുഞ്ഞിനെ നോക്കിയതാ, എനിക്ക് അവളൊന്ന് എടുക്കാൻ തോന്നുന്ന നാഥാ. അവൾ നീലയുടെ തോളിൽ ചാഞ്ഞെടുക്കുന്ന കുഞ്ഞിനെ തന്റെ കണ്ണുകൾ പറിച്ചു മാറ്റാതെ പറഞ്ഞു. ഈ കയ്യും വെച്ചോ. അവൻ അവളോട് തിരക്കി. അവൾ അതിനൊന്ന് അവനെ നോക്കുക മാത്രം ചെയ്തു. എന്റെ കുഞ്ഞമ്മണി, ദേ നിന്റെ ഈ ഉവാവ് മാറി കഴിയുമ്പോൾ അവളെ നമുക്ക് ഇങ്ങ് കൊണ്ടുവരാം. അതുവരെ എന്റെ പൊന്നൊന്ന് ക്ഷമി. അവനവളെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കെന്തോ ഞാൻ അവളോട് തെറ്റിയെന്ന പോലെ തോന്നുക. അവൾക്കായി വന്നിട്ട് സ്വന്തം കാര്യം നോക്കുന്ന പോലെ. ഉള്ളിലെ സങ്കടം പുറത്തേക്ക് വരാൻ ഒരുങ്ങുന്നതറിയെ അവൾ മുഖം കുനിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ഞാൻ കാരണം അവൾക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ ഞാനില്ല നാഥ. അവൾ ഇടറിലോടെ പറഞ്ഞു. അവനവളെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. ചിലപ്പോൾ തോന്നും അവളെ ആളുടെ അടുത്തുനിന്ന് തട്ടിപ്പറിച്ചിട്ട് എങ്ങോട്ടെങ്കിലും ഓടിയാൽ മതിയായിരുന്നു എന്ന്. അവൾ പറഞ്ഞു നിർത്തിയതും അവന്റെ കൈകൾ അവൾ വിട്ടൊഴിഞ്ഞുകൊണ്ട് നേരെ നിന്നു. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തി കാണെ അവൾ അവനെ തന്നെ കലങ്ങി തുടങ്ങിയ മിഴികൾ ഉയർത്തി നോക്കി. അപ്പൊ ഞാനോ? നിനക്ക് എന്നെ വേണ്ടി ഭാര്യ? എപ്പോഴത്തെയും പോലെയല്ല. ആ ചോദ്യം നിറയെ സങ്കടമാണ്. അവളൊന്ന് പതറിക്കൊണ്ട് അവനെ നോക്കി. അവളുടെ ആ നോട്ടം കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു. അവന്റെ ആ പുഞ്ചിരിയാണ് അവളെ കൂടുതൽ വേദനിപ്പിച്ചത്. ഒരുപാട് പരിഭവങ്ങളും സങ്കടങ്ങളും ഒളിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുഞ്ചിരി. നാഥ, ഞാൻ അങ്ങനെ. ആളവനെ ഒന്ന് സങ്കടത്തിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞതും ഇടയ്ക്കൊക്കെ നിന്റെ ചിന്തകളിൽ നിന്ന് ഞാൻ മാഞ്ഞു പോകുന്നുണ്ട് ഭാര്യ. സാരമല്ല, അങ്ങനെ മാഞ്ഞു പോകുമ്പോഴല്ല ഞാൻ ഓർമ്മിപ്പിച്ചോളാം. എന്റെ യക്ഷിക്കുഞ്ഞല്ലേ. അവൻ അവളെ നോക്കിയൊന്ന് കണ്ണി ചിമ്മി ചിരിച്ചുകൊണ്ട് പൂജ നടക്കുന്നിടത്തേക്ക് നടന്നു. അവൾ അവൻ പോയ വഴിയെ നോക്കി. തനിക്ക് അങ്ങനെ പറയാൻ തോന്നി നിമിഷത്തെ ഓർത്ത് പരിതപിച്ചു. അങ്ങനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞല്ല, പക്ഷേ അവനെ അത് വിഷമിപ്പിച്ചല്ലോ എന്നോർക്കെ അവളുടെ ഉള്ളം നീറി. ഇന്നത്തെ പൂജാകർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. ഇതിന്റെ തുടർച്ച ഇനി നാളെയായിരിക്കും. അറിയാലോ, നാളെയാണ് കൊടിയേറ്റം. അപ്പൊ പൂജകൾ അതിരാവിലെ ആരംഭിക്കും. ആദ്യം ഇവിടെയും പിന്നെ ചന്ദനക്കാവിലായിട്ടായിരിക്കും കൊടിയേറുക. കുറിച്ചു തന്ന നേരനുസരിച്ച് ആദ്യത്തേത് 6-നും 6:30-ക്കും ഇടയിലും രണ്ടാമത്തേത് 8-നും 9-നും ഇടയിലാണ് നടത്തേണ്ടത്. അപ്പൊ രണ്ടാളും നാളെ രാവിലെ 3 മണി തൊട്ട് ഇങ്ങോട്ട് ഇവിടെ ഉണ്ടായിരിക്കണം. ഇവിടെയും അവിടെ ഒരുപോലെ ആയിരിക്കണം കർമ്മങ്ങൾ നടക്കേണ്ടത്. മഹിക്കുഞ്ഞ് അവിടെയും ഇന്ദ്രൻ കുഞ്ഞ് ഇവിടെയായിട്ടായിരിക്കും പൂജകൾ നടത്തേണ്ടത്. രണ്ടിടത്തും ഒരുപോലെ പൂജാകർമ്മങ്ങളെല്ലാം അവസാനിക്കുമ്പോഴായിരിക്കും കൊടിയേറുക. എല്ലാം രണ്ടാൾക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ? ഉപതിരുമേനി,
അയാളുടെ ചോദ്യത്തിന് രണ്ടാളും ഒരുപോലെ ഉത്തരം നൽകി. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് തൊട്ട് നാളെ അന്നദാനത്തിലുള്ള സമയം വരെ നിങ്ങൾ രണ്ടാൾക്കും ഒരിക്കലായിരിക്കും. അരിയാഹാരം കഴിക്കരുത്. പിന്നെ പത്നി സഹവാസം ഒഴിവാക്കുക. താഴെ വെറും നിലത്തൊരൊറ്റപ്പായ വിരിച്ചിട്ട് അതിൽ വേണം നിങ്ങൾ കിടക്കാൻ. മനസ്സിലായോ? മനസ്സിലായി. രണ്ടാളും ഒരുപോലെ പറഞ്ഞു. എന്നാ ഇനി രണ്ടാളും എഴുന്നേറ്റ് കുളിച്ച് ദേവിയെ തൊഴുതു വന്നോളൂ. തിരുമേനി പറഞ്ഞു. ആ ഒരു രണ്ടാളും ക്ഷേത്രക്കുള്ളിൽ ലക്ഷ്യം വെച്ച് നടന്നു. ഡോ നായരെ, തിരുമേനി മാധവ നായർ നോക്കി വിളിച്ചു. എന്താ തിരുമേനി? നാളെ തന്ത്രി വരുമ്പോ താമസ സൗകര്യമൊക്കെ എവിടെയാ ഒരുക്കിയിരിക്കണേ? ചന്ദ്രമംഗലത്താവാന്നാ തമ്പുരാൻ കുഞ്ഞ് പറഞ്ഞ്. എന്നാലത് വേണ്ട, ആൾക്ക് അതൊന്നും ഇഷ്ടാവില്ല. എന്നോട് വിളിച്ചപ്പോ പറഞ്ഞ് ഇവിടെ കമ്മിറ്റി ഓഫീസ് തന്നെ അതിന് വേണ്ട സൗകര്യം ഒരുക്കാൻ മതി എന്നാ. മായിക്കുഞ്ഞിനോട് ഞാൻ പറഞ്ഞോളാം. ശരി തിരുമേനി, അങ്ങനെ ചെയ്യാം. അല്ല, ആരെ നാളെ തന്ത്രിയായിട്ട് വരുന്നേ? അതിനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. അയാൾ തഞ്ചത്തിൽ ചോദിച്ചു. ആരായാലും നാളെ എത്തിയില്ലേ, അപ്പൊ കാണാലോടോ, അത് മതി. അയാൾ മാധവ നായരുടെ ചോദ്യത്തിലെ കൗശലം തിരിച്ചറിഞ്ഞെന്നവൾ മറുപടി നൽകി. ആ ഉത്തരം തീരെ ദഹിക്കാത്ത പോലെ അയാളൊന്ന് മൂളി. എന്നാ അയാൾ ചെല്ല്. എന്നിട്ട് നീരിക്കുട്ടിയോട് ഇന്നൊന്ന് വന്ന് കാണാൻ പറയാ. ഞാൻ ക്ഷേത്രത്തിനകത്തുണ്ടാവും. അയാൾ പറഞ്ഞോട് തിരികെ നടന്നു. ചേച്ചി, മോളെ കൊണ്ടുപോകുന്നോ? തന്റെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന ഭൂവിയെ നോക്കിക്കൊണ്ട് നീലി തിരക്കി. കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷെ ഈ ഒരു സാഹചര്യം അതെന്തായാലും അതിനുള്ളതല്ലോ. കുഞ്ഞിപ്പെണ്ണിന്റെ മുഖത്തുനിന്ന് കണ്ണുകളെ നീലയുടെ മുഖത്തേക്ക് വഴി തിരിച്ചുവിട്ടുകൊണ്ടാണ് ആളത് പറഞ്ഞു. ഇത്രയും നാളും കാത്തില്ലേ, ഇനി ഇത്തിരി കൂടി കാത്താ പോരെ? ഞാൻ കാത്തിരുന്നോളാം. ആളൊന്ന് കണ്ണ് ചിമ്മിച്ചിരിച്ച് പറഞ്ഞു. എന്നാൽ അവിടെ ആ ഉത്തരം നീലയുടെ ഉള്ളിൽ ആദ്യേറ്റുകയാണ് ഉണ്ടായത്. ഇതിനിടയിൽപ്പെട്ട് കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമോ എന്നവൾ നന്നേ ഭയന്നിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് മനസ്സോട് അവൾ ആ ചോദ്യം ചോദിച്ചു തന്നെ. തന്റെ മണിയിലിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിന്റെ സ്വരം കേൾക്കെ അവരിരുവരും ഒരുപോലെ ആ കുഞ്ഞിമുഖത്തേക്ക് നോക്കി. നീലയുടെ മണിയിൽ കാല് ചവിട്ടിയെന്ന് ഭുവിക്ക് നേരെ ചാടാൻ ശ്രമിക്കുകയാണ് ആള്. ഓ കുഞ്ഞി, നീ ഇങ്ങനെ സാഹസിക്കൊന്നും കാണിക്കില്ല എന്റെ പൊന്നെ. ഭുവി പറയുന്നതിനൊപ്പം കുഞ്ഞിനെ ഒരു കയ്യാൽ തന്റെ മടിയിലേക്ക് ഇരുത്തി. മേ ഓയ് കുഞ്ഞി വിളിച്ചതും ആളൊരു താളത്തിൽ വിളി കേട്ടു. പോ. ആളുടെ കയ്യിലെ മുറിവിലേക്ക് ചൂണ്ടിയാണ് ആ പറച്ചില്. ബോ അല്ലെന്റെ പാറുവേ, ഉവ്വാവു. അവൾ പറഞ്ഞുകൊണ്ട് തന്റെ മടിയിലിരുന്ന് ഉണ്ടക്കണ്ണ് വിടർത്തി നോക്കുന്ന കുഞ്ഞിന്റെ തുടുത്ത കവളിൽ അമർത്തി മുത്തി. അമ്മയെന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. അവളെ എല്ലാവരും അതിനെ വിളിക്കുക. അതിപ്പം ഞാനായാലും ഇന്ദ്രേട്ടനായാലും അവളെ എടുക്കുന്നവരെല്ലാം അവൾ അങ്ങനെ വിളിക്കുക. നീലി കുഞ്ഞിന്റെ തലയിലൂടെ തഴുകിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു. കുറച്ചുകൂടെ ഒന്ന് വലുതായിട്ട് വേണം ആ വിളി മാറ്റാൻ. നീലി പറഞ്ഞു. ഭൂവി അവളെ മുഖമുയർത്തി നോക്കി. എൻ്റെ അഭിപ്രായത്തിൽ അവൾക്കൊരു അമ്മയേ ഉള്ളൂ, അത് ധാത്രി ചേച്ചിയാ. അപ്പോൾ ആ വിളി കേൾക്കാൻ എന്തുകൊണ്ട് യോഗ്യ അവർ മാത്രം. ആ സ്ഥാനത്തേക്ക് വരാൻ ഒരിക്കലും നമ്മൾ ഇരുവർക്കും കഴിയില്ല. അതിപ്പോൾ ഇവൾ എത്ര കണ്ട് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാലും മകളെ പോലെയാണെന്ന് പറഞ്ഞാലും അവൾ നാൽപ്പാട്ട് ഗായത്രി ദേവിയുടെ മകളാണ്. അവരോളെ ഇവളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല, കഴിയാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് അവരിലെ അമ്മയെ അവഹേളിക്കുന്നതിന് സമ. നമ്മുടെ മക്കൾ നമ്മളെയല്ലാതെ വേറെ ആരെങ്കിലും ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന്. നമ്മൾക്കെല്ലാം ഒരു അമ്മയല്ലേ ഉള്ളൂ, അപ്പോൾ ഇവൾക്കും അങ്ങനെ മതി. ഈ ഒരു കാര്യം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവളെ കൊണ്ട് ഇതുവരെ അമ്മയെന്ന് വിളിപ്പിക്കാത്തത്. കാരണം ആ വിളി കേൾക്കാൻ നമ്മൾ ഇരുവരും ഒരുപോലെ അയോഗ്യരാണ്. പ്രത്യേകിച്ച് അതിന് യോഗ്യമായിട്ടുള്ള വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത സാഹചര്യത്തിൽ. തന്നെ നോക്കിയിരിക്കുന്ന ഭൂവിയെ നോക്കി അവളത് പറഞ്ഞതും അവൾ നീലിയെ നോക്കിയെന്ന് മനോഹരമായി പുഞ്ചിരിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.